ഇന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റാത്തൊരു ദിവസമാണേ. എൻ്റെ അനിയൻ്റെ പെണ്ണ് കാണൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ അവനും ഒരു 4 വരെ ഒന്നിച്ചൊരു സ്കൂളിലാണ് പഠിച്ചത്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നതും എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് പോയാൽ മതി എന്ന് പറയുന്നതും ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ചൈൽഡ്ഹുഡ് മെമ്മറി ഉണ്ടാവില്ലേ നമുക്ക്. അങ്ങനെ നമ്മളെ കൂടെ ഇത്രയും കുഞ്ഞിത് വരെ നമ്മളങ്ങനെ എടുത്തുകൊണ്ട് വളർന്ന ഒരാൾ ഇന്ന് പെണ്ണ് കാണാൻ പോകുന്ന ഒരു ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലാവും എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക സങ്കടമോ സന്തോഷമോ എന്താ അറിയില്ല. ഇതാണ് നമ്മളുടെ കുട്ടി. കയ്യെല്ലാം വിറച്ചുകൊണ്ടാണ് വരുന്നത്. പെണ്ണ് കാണലിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. ഞാൻ ഒരുപാട് പെണ്ണ് കണ്ടത് കൊണ്ട് തന്നെ എനിക്കറിയാം ഏകദേശം എൻ്റെ അവസ്ഥ എന്താണെന്ന്. കയ്യെല്ലാം വിറച്ചുകൊണ്ടാണ് വരുന്നത്. പറയുമ്പം അവർ സ്നേഹിച്ചതാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചൊക്കെ ചടപ്പ് മാറിയിട്ടുണ്ടാവും. എന്നാലും ഞങ്ങളെയൊക്കെ ഒന്നിച്ച് കണ്ടതിൻ്റെ ഒരു ചടപ്പ് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവൻ ഇത്രയും വലുതായിന്ന് എനിക്ക് സത്യമായിട്ടും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ അടി പിടി എന്താ പറയുക സിബ്ലിങ്സ് തിങ്സ് ഉണ്ടാവില്ലേ, നമ്മൾ തമ്മിലുള്ള അടി എല്ലാം എന്താ പറയുക ചെറിയ മക്കളുമാരെയാണ് ഞങ്ങൾ അടി ഉണ്ടാക്കല് ഇപ്പോഴും. അമ്മ ഇങ്ങനെ പറയും, എന്നിട്ട് കട്ടുമെന്നൊക്കെ ഇങ്ങനെ മറ്റേ WWE ചാമ്പ്യൻസ് കളിക്കുന്ന പോലത്തെ ഒരു കളിയാണ് ഞങ്ങളുടെ 2 പേരുടെ അടി. അമ്മ പറയാറുണ്ട്, പോത്ത് പോലായിട്ടും ബുദ്ധിയില്ലാത്ത 2 കളിയാണല്ലോ ഇങ്ങനെ അടി ഉണ്ടാക്കും ആരെങ്കിലും എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ആ ഒരാളാണ് ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് ഇത്രയും വലുതായത്, ഒരു കല്യാണത്തിലേക്ക് കിടക്കാൻ പോണത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ സീരിയസ്ലി ഇതാണ്ടോ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ ചിന്തിക്കും. ആ ഒരു ചെറിയ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. സന്തോഷമേ ഉള്ളൂ അവൻ്റെ കല്യാണം ആവുന്നതിലും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ദുഃഖമുണ്ട്. കാരണം എല്ലാവരും വലുതാവുകയാണല്ലോ, എല്ലാവരും അവനവൻ്റെ ഒരു ലൈഫിലേക്ക് പോവുകയാണല്ലോ ഒരു സങ്കടം ഉണ്ട്. പക്ഷേ അവനെ പറ്റിയൊരു പെൺകുട്ടീനെയാണ് കിട്ടിയത്. എന്തായാലും നല്ലൊരു മോളാണ്. അപ്പോൾ അവന് എന്തായാലും ഹാപ്പി ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇതൊന്നും ഞാൻ അവനെ വീഡിയോ എടുക്കുന്നവൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എല്ലാ വിയേർഡ് തിങ്സും വീഡിയോ എടുത്ത് കൊടുക്കും. അത് ക്യാമറയും കൊണ്ട് ചെന്നിട്ട് നല്ലത് മാത്രം പോരല്ലോ അല്ലേ. അപ്പോൾ ഇവരെ വെച്ച് എന്താ പറയുക, ഇവർ രണ്ടാളും നല്ല മാച്ചാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. അതറിയുന്ന തന്നെ സന്തോഷം. അനിയനായാലും അവളായാലും നല്ല രീതിയിൽ ജീവിക്കണം എന്നേ നമുക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ പോകണം എന്നാണ് ആഗ്രഹം. കല്യാണം എന്ന് പറയുന്നത് 2 ഫാമിലി ഒന്നിക്കുന്നതിനേക്കാട്ട് ഉപരി 2 പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒന്നിക്കലാണല്ലോ. അതിൽ 2 പേരും വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. കാരണം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ പോകുന്നതാണ് പ്രതീക്ഷ. അങ്ങനെ പോയാൽ മതി. കാരണം നമുക്ക് വീട്ടിൽ നമ്മൾ പല രീതിയിൽ, ഞാനാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ഞാൻ ഭയങ്കര വിയേർഡാണ്. എന്നുവെച്ചാൽ ദേഷ്യം കാണിക്കും. ഞാൻ പുറത്ത് പല സ്ഥലത്തും ദേഷ്യമൊന്നും കാണിക്കാറില്ല. പക്ഷേ വീട്ടിൽ ഇവനായാലും ഞാനായാലും നല്ലോണം ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മേൻ്റെ അടുത്തും അവരിങ്ങോട്ടും ഒക്കെ കാണിക്കും. കാരണം നമുക്കറിയാം നമ്മൾ വീട്ടിൽ എത്രത്തോളം നമ്മളെ വിട്ടു പോകില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരാണ് നമ്മൾ വീട്ടിലുള്ള അമ്മയും അച്ഛനും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കുള്ള എല്ലാ വെടക്ക് സ്വഭാവങ്ങളും അവരുടെ മുമ്പിലായിരിക്കില്ല കാണിക്കുക. അപ്പോൾ ഇവൻ്റെ എല്ലാ വെടക്ക് സ്വഭാവം അറിയുന്ന ഒരാളെന്ന നിലയിൽ ഇവളെടുത്ത് അതൊന്നും കാണിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എങ്ങനെയൊക്കെ വന്നാലും അതാ നമ്മൾ എന്താ പറയുമല്ലോ, നാത്തൂൻസാണ്. ഞാൻ ചെക്കിയാണ് വെറുതെ. എൻ്റെ വിയേർഡ് സ്വഭാവം അവളും കൂടെ അറിയണമല്ലോ. എന്തായാലും നമ്മൾ കുടുംബത്തിലേക്ക് വരുന്ന ആളാണ്. അപ്പോൾ കുടുംബത്തിലുള്ള എല്ലാ പൊട്ടത്തരങ്ങളായാലും നല്ലതായാലും ആ കുട്ടി അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അബീൻ്റെ അടുത്തും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ നീ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. കാരണം 4-മത്തിൽ നിന്ന് 5-മതോ അല്ലെങ്കിൽ 6-മതോ ഒരാൾ വരുന്നതിനേക്കാൾ ഉപരി അപ്പോൾ അത് നമ്മളുടെ ഫാമിലി എന്ന് വെച്ചാൽ നമ്മളെ 4 പേരിലുള്ള ഒരാളായിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. അല്ലാതെ 4-മത് അല്ലെങ്കിൽ 5-മത് പുറത്തുനിന്ന് ഒരാൾ വന്നെന്നൊരു തോന്നലുണ്ടാവരുത്. അത് നമ്മൾ കൊടുക്കുകയും ചെയ്യില്ല, അവർക്കത് ഉണ്ടാവാനും പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം വിയേർഡാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഹൈഡ് ചെയ്യാതെ നിൽക്കുന്നത്. അപ്പോൾ പെണ്ണ് കാണൽ ഇത്രയൊക്കെയാണ്. പിന്നെ ഓൾറെഡി അവർ കണ്ടതിനോണ്ട് അവർക്ക് കാണാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പരസ്പരമൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സെറ്റാക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമുള്ളായിരുന്നു. എന്തായാലും എൻ്റെ കുഞ്ഞനുജൻ ഇത്രയും വലുതായി എന്ന് ഞാൻ അറിഞ്ഞില്ല. എല്ലാവർക്കും ചാറ്റിങ് കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി ചായയെല്ലാം കുടിച്ചു. സന്തോഷമായിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് എല്ലാവരുമായിട്ട് നല്ല ഹാപ്പി ആയിരുന്നു. കാരണം ഇന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നതിന് ഒരു റീസൺ, നാട്ടിലേക്ക് വന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. അതെന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ കാണാം.